നിർമ്മാണം പൂർത്തീകരിച്ച ദേശീയപാതയുടെ ഭാഗമായി ഇടുക്കി മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 8 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ ജോലികൾ വൈകാതെ തുടങ്ങുമെന്നും MP വ്യക്തമാക്കി. ഏതാനും നാളുകൾക്ക് മുൻപാണ് ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടന്നത്. പിന്നീട് മഴക്കാലത്ത് പാതയിൽ മൂന്നാർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെള്ളക്കെട്ടുണ്ടാവുകയും ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യമുയരുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ റോഡിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് 8 കോടി രൂപ തുക അനുവദിച്ചിട്ടുള്ളത്. നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ ജോലികൾ വൈകാതെ തുടങ്ങുമെന്നും MP വ്യക്തമാക്കി. ബോഡിമെട്ട് റോഡ് നേരത്തെ തന്നെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഉൾപ്പെടെ കഴിഞ്ഞിരിക്കുകയാണ്. ആ റോഡിൽ ഒരല്പം മെയിൻ്റനൻസ് പല മേഖലകളിൽ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ മഴക്കാലത്ത് മൺസൂൺ കാലഘട്ടത്തിൽ ബോധ്യപ്പെട്ടതാണ്. മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി മെയിൻ്റനൻസ് തുകയായി 8 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയാണ്. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. തുടർന്ന് തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. മഴക്കാലത്ത് ദേശീയപാതയുടെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ മണ്ണിടിഞ്ഞും മറ്റു കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ട അറ്റകുറ്റപ്പണികൾക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക വിനിയോഗിക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.